I don't want to do a role which is, degrading women or like abusive ആയിട്ട് ചെയ്യുന്നത്. So അതിനോട് I'm not comfortable at this point because there's so much of violence happening around us, and of course it's a challenge for an actor, പക്ഷെ ultimately you're glorifying that എന്നുള്ളൊരു very very personal opinion. അല്ലെങ്കിൽ പിന്നെ അത് അങ്ങനത്തെ ഒരു എക്സ്ട്രോർഡിനറി റോൾ വേർ ദർ ഇസ് എ ഷെയ്ഡ് ഓഫ് ദ സൈക്കോ എലിമെൻറ്റ് ആൻഡ് യു ആർ നോട്ട് ഗ്രാഫിക്കലി ഷോയിങ് എനിത്തിങ് വിച്ച് വിൽ ഹേർട്ട് പീപ്പിൾ ഓർ അങ്ങനെ വേർ ഇറ്റ്സ് പെർഫോമൻസ് ഓറിയൻറ്റഡ് മേ ബി ഐ തിങ്ക് അബൌട്ട് ഇറ്റ്. പക്ഷെ അതും അങ്ങനെ കുറേ പടങ്ങൾ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. മെനി ഫിലിംസ് റീസെൻ്റ്ലി വന്ന സം ഓഫ് ദ വെരി പോപ്പുലർ ഫിലിംസ് ഓൾസോ അതിൽ ഇങ്ങനത്തെ റോള് ലൈക്ക് സോ ഐ ടെൽ ദം ഐ എം നോട്ട് വെരി കംഫർട്ടബിൾ ആൻഡ് ഐ സ്ലോലി അതൊരു പേഴ്സണൽ ഡിസിഷൻ അത്രയേ ഉള്ളൂ. ഈ പോസ്റ്റ് കോവിഡിൽ ഒരുപാട് ഇങ്ങനത്തെ സിനിമകളെ ഈവൻ 90s-ലെ 80s-ലെയും സിനിമകൾ പോലും എടുത്തിട്ട് ക്രിട്ടിക്കലി ആൾക്കാർ റിവ്യൂ ചെയ്യുന്നു. എന്നിട്ടും അങ്ങനത്തെ സിനിമകൾ വരാറുണ്ടോ? ഇപ്പൊ അങ്ങനത്തെ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു. അതെ, ചിലത് അല്ല, എനിക്ക് വന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും, നോട്ട് ദ ഹോൾ ഫിലിം ആസ് സച്ച്. മേ ബി ദാറ്റ് ഫെലോ വുഡ് ബി ആൻ അബ്യൂസീവ് ഫെലോ. അങ്ങനെ എന്തെങ്കിലും എനിക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഐ ടെൽ ദം വെരി ഓണസ്റ്റ്ലി. അവതരിപ്പിക്കില്ല എന്ന് ഉറച്ച തീരുമാനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് ഗ്രാഫിക്കലി നമ്മൾ ഭയങ്കര ഓബ്വിയസ് ആയിട്ട് വി ഷുഡൻറ്റ് ബി പ്രൊജക്ടിങ് ദാറ്റ്. അല്ലെങ്കിൽ ദാറ്റ് അതിനൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഏരിയ ഉണ്ടാവണം വേർ ഐ കൻ റിയലി ഗോ ഇൻ ടു മൈ ഹിസ്റ്ററിയോണിക്സ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ കൻ തിങ്ക് അബൌട്ട് ഇറ്റ്. പക്ഷേ ഒരു അണ്ടർലൈങ് എലിമെൻറ്റ് ഇതാണെങ്കിൽ ഐ എം നോട്ട് കംഫർട്ടബിൾ നൗ അറ്റ് ദിസ് പോയിന്റ് ഓഫ് മൈ ഏജ്. ആൻഡ് മുമ്പ് ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ കെമിസ്ട്രി എന്ന് പറഞ്ഞ പടത്തിലൊക്കെ ഒരു വൃത്തികെട്ട റോളാണ്, ഒരു പ്രൊഫസറായിട്ട് ഹൂ സോ ദോസ് കൈൻഡ് ഓഫ് അങ്ങനത്തെ ഐ ഹവ് ഡൺ ദോസ് കൈൻഡ് ഓഫ് ഈവൻ മഴവിൽ ഇഫ് യു സീ ലൈക്ക് ഹി കൈൻഡ് ഓഫ് ഇല്ല അത് അവിടെ എല്ലാം ദർ ഇസ് അനദർ തിങ്, ദർ ഇസ് ലോട്ട് ഓഫ് സ്കോപ്പ് ഫോർ ആക്ടിങ്. ഈവൻ കെമിസ്ട്രിയിലും ദർ വാസ് നത്തിങ് ഗ്രാഫിക്കലി ഇല്ല, പക്ഷേ ദ പെർഫോമൻസ് ഉണ്ടായിരുന്നു. എനിക്കതിൽ ഇവൻ ഈ ഭയങ്കര സ്വീറ്റായിട്ട് സംസാരിച്ചിട്ട് ഇവരെ ത്രെറ്റൻ ചെയ്യുന്നൊരു ആളായിരുന്നു. ദാറ്റ് എക്സൈറ്റഡ് മീ. സോ ആസ് എ പെർഫോമർ അങ്ങനെ എന്തെങ്കിലും വന്നാൽ മേ ബി ഐ തിങ്ക് അബൌട്ട് ഇറ്റ്. ബട്ട് അതർവൈസ് ഗ്രാഫിക്കലി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ എം നോട്ട് കംഫർട്ടബിൾ. ദാറ്റ്സ് വാട്ട് ഐ സെഡ്. ഞാൻ ഇത്രയധികം എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു 2 പടങ്ങൾ ഇഫ് യു ആസ്ക് മീ ഓൾവേസ് ഇൻ മൈ മൈൻഡ്, വൺ ഇസ് ആവാരം 2, കാബൂളിവാല. അതായത് എവറി ഡേ വാസ് എ ഫെസ്റ്റിവൽ മൂഡായിരുന്നു. ജോയ് വാസ് അബ്സല്യൂട്ട് ജോയ്. അതിൻ്റെ കൂടെ ഡയലോഗ്സ് ഉണ്ട്, ഇൻറ്റൻസ് സീൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ വി യൂസ് ടു ഹാവ് എ ഫെൻറ്റാബുലസ് ടൈം വിത്ത് ദീസ് 2 ഗ്രേറ്റ് ലവബിൾ പീപ്പിൾ. ദേ വർ സോ നൈസ്, ലോട്ട് ഓഫ് ഹ്യൂമർ. അതായത് ഇങ്ങനെ സ്പോണ്ടേനിയസ്ലി ഇങ്ങനെ വരും. അവർക്ക് നോൺ സ്റ്റോപ്പാണ്. ആൻഡ് യു ഹാവ് ദ 2 ഐക്കോണിക് ഇന്നസെൻ്റ് ചേട്ടൻ്റെ. അവരുടെ ഇടയ്ക്ക് ഞാനിങ്ങനെ സാൻഡ്വിച്ച് പോലെ ഇങ്ങനെ ബിക്കോസ് ഇവർ രണ്ടാളും ഭയങ്കരമായിട്ട് ഇംപ്രൂവൈസ് ചെയ്യും ഓൾ ദോസ് സീൻസ്. ഐ ഹാവ് ടു ബി ഡെഡ് സീരിയസ് ഇൻ ദാറ്റ്. എവിടെടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ പറയുന്നത് എനിക്കാണെങ്കിൽ ഇന്നസെൻ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ചിരിക്കും ഞാൻ. എന്നിട്ടിങ്ങനെ നുള്ളിയിട്ടൊക്കെ ഇങ്ങനെ ചിരി. അതിലൊരു സീനുണ്ട്, ഈ പട്ടി ഈ സർക്കസിലേക്ക് പോകുന്നത് എന്നിട്ട് ഞങ്ങൾ പുലി എന്ന് പറഞ്ഞിട്ട് പമ്പിളിച്ചേട്ടൻ ഓടി വരും. അത് മറ്റേ ആ പട്ടിയാന്നിട്ട് ഇവർ തിരിഞ്ഞ് നോക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതെനിക്ക് ഓർമ്മയുണ്ട്. ടേക്കിൽ ഇന്നസെൻ്റ് ആയിട്ട് എന്തോ ഇംപ്രൂവൈസ് ചെയ്തു അമ്പിളിച്ചേട്ടനും. എനിക്ക് ചിരി വന്നിട്ട് നിറച്ചു ആളൊക്കെ നിൽക്കുന്നുണ്ട്. വി ഹാവ് ടു ഫിനിഷ് ദാറ്റ് ആൻഡ് ഗോ. ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അത് ഇന്നും ആ സീൻ കണ്ട യു ക്യാൻ സീ ഒരു അണ്ടർലൈൻ ചിരി ഇൻ മീ. ആക്ച്വലി ഇഫ് യു വാച്ച് ദാറ്റ് സീൻ നൗ ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി എന്തോ അഡ്ജസ്റ്റ് ചെയ്ത് ബിക്കോസ് ചിരിച്ചാൽ പോയി. ഇവരുടെ അമ്പിളിച്ചേട്ടനൊക്കെ ഭയങ്കര സ്പോണ്ടേനിറ്റി പെർഫെക്റ്റ്ലി ചെയ്ത് കഴിഞ്ഞ് ഇഫ് ദ ടേക്ക് ഡസൻ ഗെറ്റ് ഓൾറെഡി ഹീൽ ഗെറ്റ് ആംഗ്രി. സോ യു കാൺ ഫൂൾ അറൗണ്ട്. അവിടെ പോയി ചിരിക്കാനൊന്നും പറ്റില്ല. സോ ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് എങ്ങനെയൊക്കെ ആ ചിരി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇന്നും ആ ഷോട്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. സോ ദാറ്റ് വാസ് ഇറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒരു അബ്സല്യൂട്ട് ഡ്രീം വേൾഡ് ആയിരുന്നു ആ പടം. ഭയങ്കര ജോയ് ആയിരുന്നു. ഓൾ ദീസ് പീപ്പിൾ ആൻഡ് വിദ്യാമ്മ, സോമേട്ടൻ, സിദ്ദിഖേട്ടൻ, ലാലേട്ടൻ, ഇവർ രണ്ടുപേരും. അതിലെ സോങ്സ് ആയാലും ക്യാപ്റ്റൻ രാജുചേട്ടൻ ഉണ്ടായിരുന്നു, ശങ്കരാചേട്ടനായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഇല്ല. എൻ്റെ മോസ്റ്റ്ലി സർക്കസ്. പക്ഷെ ഇന്നും ഐ മസ്റ്റ് ടെൽ യു കേട്ടോ, ഈവൻ
ഇപ്പോഴത്തെ ജനറേഷൻ ആയാലും ഇപ്പോൾ കാണുന്ന കുട്ടികളായാലും എല്ലാം they come and talk to me about this film and Munna. Somehow they're very fond of this fellow. He gypsy kind of band and this Havasak and all. No? Very happening. Happening അന്ന് ലൈക്ക് ആൻഡ് ഇറ്റ് ആക്ച്വലി എൻ്റെ കരിയറിൽ എനിക്കൊരു ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് തന്ന സിനിമയാണ്. ഫ്രം ദിസ് വില്ലേജ് ഇമേജ് എന്നുള്ളൂ കുറച്ചൊരു സ്റ്റൈലൈസ്ഡ് ആയിട്ടും കുറച്ച് ഒരു റൊമാൻറ്റിക് ഒരു എന്താണ് പറയുക ഒരു സ്റ്റൈലൈസ്ഡ് ഹീറോ ഇമേജ് എന്നത് കബളിയാണ്. ഫ്രം ദെയർ ദെൻ മാനത്തെ വെളുത്തേരനോൾക്കെ ഹിറ്റ്ലർ ഓൾസോ ആയിട്ട് ചെറിയൊരു അത് പൊള്ളാച്ചിയിൽ ഷൂട്ട് ചെയ്യുമ്പം ഇവർ ഷൂട്ടിങ് ദയർ. അപ്പോൾ എന്നോട് ചോദിച്ചു രാവിലെ ഒരു സീനുണ്ട് ക്യാൻ യു കം ആൻഡ് ഡു മോസ്റ്റ് സർട്ടൻലി ലൈക്ക് ഞാൻ ഡയറക്ടറെ വിളിച്ച് പറഞ്ഞ് മിനിറ്റ്ലി ഇവൻറ്റ് 1 hour ജസ്റ്റ് ഇങ്ങനെ സൈക്കിളിൽ പോയി നോക്കി വിങ്ക് ചെയ്യുന്ന എന്തോ ഒരു സീക്വൻസാണ്. ദെൻ ഹി ഗോസ്. സോ അങ്ങനെ ഒരു 2 ഷോട്ട് അതിൻ്റെ ടെയിൽ എൻഡ് വരുന്നത് ഹിറ്റ്ലറിൻ്റെ ടെയിൽ എൻഡ്. He's a great loss. Siddhiqettan as a person, as a human being, അദ്ദേഹം കൊണ്ടുവന്ന that style of cinema, അയാളുടെ working pattern, because I have experienced that, the discipline in the set. And he himself was such a disciplined person with a ഭയങ്കര കൃത്യനിഷ്ഠയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ. ബിക്കോസ് ഞാൻ കുറേ പ്രോഗ്രാംസ് പോയിട്ടുണ്ട്. സിദ്ദിഖ് ലാലിൻ്റെ ദുബായിൽ 94 ഒരു വെരി പോപ്പുലർ സ്റ്റാർ ഷോ ഒരു മാസം ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദെൻ 2015 സിദ്ദിഖ് ലാലിൻ്റെ അമേരിക്കൻ ടൂർ ഐ വാസ് എ പാർട്ട് ഓഫ് ഇറ്റ്. അബ്സല്യൂട്ട് ജോയ് ആയിരുന്നു. അതായത് അന്നൊക്കെയാണ് സിദ്ദിഖേട്ടനൊക്കെ ഒരുപാട് ഞാൻ ഐ യൂസ് ടു സിറ്റ് ആൻഡ് ടോക്ക് ടു ഹിം. ഇൻഫാക്ട് ഈ നറേഷനെ പറ്റിയൊക്കെ ഞാൻ സിദ്ദിഖേട്ടനോട് ചോദിച്ചിട്ടുണ്ട് തന്നെ ലൈക്ക് ഹൗ ഐ വാസ് മെസ്മറൈസ്ഡ് ദാറ്റ് ഡേ. പുള്ളി ചിരിക്കും. ആൻഡ് പല ആ സമയത്ത് നടന്ന പല കഥകളും സോ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ബട്ട് ഡെഫിനറ്റ്ലി അദ്ദേഹത്തിൻ്റെ ദറ്റ് കോൺട്രിബ്യൂഷൻ ഹിസ് ബോഡി ഓഫ് വർക്ക് വിൽ ഓൾവേസ് റിമെയിൻ. കാംബോജി സച്ച് എ ബ്യൂട്ടിഫുൾ ഫിലിം ആൻഡ് വൺ ഓഫ് മൈ ബെസ്റ്റ് റോൾസ് ആക്ച്വലി. എൻ്റെ കരിയറിൽ കിട്ടിയ വൺ ഓഫ് മൈ ഫൈനസ്റ്റ് ക്യാരക്ടർ ആസ് എ പെർഫോമർ. അത് ബിക്കോസ് ഓഫ് ദിസ് കഥകളി ഇമേജ് ആൻഡ് ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ ഫിലിം. എന്താ അതിലെ മ്യൂസിക്, എം ജയചന്ദ്രൻ്റെ മ്യൂസിക് ആയാലും ഇറ്റ്സ് എ റിയൽ ലൈഫ് സ്റ്റോറി ബേസ്ഡ് സിനിമ. സോ അല്ല ട്രോളിൻ്റെ കാര്യം അത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഫിലിം ദർ ആക്ച്വലി. ഐ തിങ്ക് ഇറ്റ്സ് അബൌട്ട് മൈ ഡാൻസിങ് ഇമേജ്. ഇറ്റ് വാസ് നത്തിങ് ടു ഡു വിത്ത് കാംബോജി ദ മൂവി അൺഫോർച്ചുനേറ്റ്ലി. ആ പടത്തിൽ അങ്ങനെ ഒരു കഥകളിക്കാരനോട് അതെടുത്ത് അവർ വെച്ചെന്നല്ലാണ്ട് ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ദ മൂവി. അത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ, ഞാൻ ഭയങ്കര ആസ്വദിച്ച് ചെയ്ത സിനിമയാണ്. ആൻഡ് എനിക്ക് ഐ കോറിയോഗ്രാഫ്ഡ് അതിലൊരു സോങ്. I got a state award for that. Great recognition. ഞാൻ ആദ്യമായിട്ട് കൊറിയോഗ്രാഫി ഒരു സിനിമയിൽ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഐ പ്ലാൻഡ് എവറിത്തിങ്. അതിൻ്റെ സോങ്ങിൻ്റെ സ്ക്രിപ്റ്റ് മുതൽ എവറി ഷോട്ട് ഐ ഡിസ്കസ് വിത്ത് ദ ഡയറക്ടർ. ഐ ടോൾഡ് ഹിം വാട്ട് ഇറ്റ് ഈസ്. എവറിത്തിങ്. ദർ വാസ് എ ഗ്രാഫ് ഫോർ ദാറ്റ് ഹോൾ സോങ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ ജയചന്ദ്രൻ ചേട്ടൻ്റെ. സോ കമ്മിങ് ടു യുവർ ക്വസ്റ്റ്യൻ, ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഫിലിം. ഇറ്റ്സ് മൈ ഡാൻസർ ഇമേജ്. അത് വെച്ചിട്ട് ദേ ആർ ട്രൈങ് ടു പ്രൊജക്ട് സൂപ്പർ ഹീറോ ഫിലിംസ് എന്നോട് അങ്ങനെ എന്തോ അങ്ങനത്തെ വരുന്നു. പക്ഷേ ഓണസ്റ്റ്ലി ഞാൻ സത്യമായിട്ടും ഐ യൂസ് ടു എൻജോയ് ഇറ്റ്. ഐ നെവർ, ബിക്കോസ് അതൊന്നും അങ്ങനെ ഒരു പേഴ്സണൽ ഐ ഡോണ്ട് അഗ്രി പീപ്പിൾ ഗെറ്റിംഗ് പേഴ്സണൽ അറ്റാക്സ്. ഐ വുഡൻറ്റ് അപ്രിഷിയേറ്റ് അതാരായാലും. ഇതൊന്നുമല്ല, ഇതൊരു ടൈം പാസിന് ടു ലൈക്ക്. സോ അങ്ങനെ ഭയങ്കര രസികൻ ട്രോൾസ് ഉണ്ടായിരുന്നു അതിൽ. ദിസ് ഫെലോസ് വിത്ത് ചെലങ്ക and then പുലി and all that. So that's, I don't know, at least I'm there in there. അവരുടെ മനസ്സിലിപ്പോൾ ഉണ്ടല്ലോ ജീവനോട്. 40 വർഷമായി സിനിമ രംഗത്ത്. മലയാളം മാത്രമല്ല മറ്റു ഭാഷകളിൽ അഭിനയിച്ചു. ഇനി ഒരു ഡയറക്ടർ ആവാന്നൊക്കെ ഒരു തോന്നൽ? അതിൻ്റെ കഴിവൊന്നും എനിക്കില്ല. ഡയറക്ടറിൽ എനിക്കെന്താ പറയുക, ഒന്നാമത് ഡയറക്ഷൻ it's a huge responsibility and you need to spend time for that. If you want to do a genuine, well-prepared cinema, because I have so many other things in I have my school, I have my production, which is very passionate, my teaching, dance teaching. So അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട്. My acting is there. So ഇതിൻ്റെ കൂടെ ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് വേണം യു ഹാവ് ടു, അല്ലെങ്കിൽ യു ഷുഡ് ബി അങ്ങനെ ഒരു മൾട്ടി ടാസ്കിങ് പേഴ്സണാലിറ്റി വേർ യു ക്യാൻ. ഐ എം നോട്ട്, എനിക്ക് അങ്ങനത്തെ ഒരു കഴിവൊന്നുമില്ല. സോ ഇഷ്ടമാണ്, പാഷനറ്റ് ആണ്. ഇഫ് യു ഗിവ് മി എ സീൻ ഐ വിൽ ബി ഏബിൾ ടു അനലൈസ് ഇറ്റ്. ബട്ട് ഡയറക്ടിങ് എ ഫിലിം ഇസ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. It's because there's lot of work, lot of coordination.
you need to be well versed and you should communicate with each department, prepare everything. അതിനൊരു ഡ്രൈവ് വേണം. സോ ആസ് ലോങ് ആസ് എനിക്ക് അങ്ങനെ ഒരു ഡ്രൈവ് ആസ് ഓഫ് നൗ ഇല്ല. ഐ ഡോണ്ട് നോ, മേ ബി ഇൻ ഫ്യൂച്ചർ വന്നാൽ. ബട്ട് ഞാനൊക്കെ ചെയ്യുന്നുണ്ട്. ഐ വിൽ മേക്ക് ഷുവർ ഐ എം ഫുള്ളി പ്രിപ്പയർഡ്. പുതിയ crop of filmmakers, how whom do you see as future legend അല്ലെങ്കിൽ ആ ഒരു Not anybody in particular. There are so many talented, and I can't name anyone in particular because every day, everybody has ഒരു distinctive ആയിട്ട് അവരുടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കാണുന്നുണ്ട് നമ്മൾ പലരിലും. ലൈക്ക് ഇപ്പോൾ എനിക്ക് പേരെടുത്ത് പറയാൻ അങ്ങനെ ഒരു ഇതില്ല, പക്ഷെ ഒരുപാട് പേരുണ്ട് യങ്സ്റ്റേഴ്സ്. ആൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ അവർ കൊണ്ടുവരുന്ന തീംസ് ആയാലും ഇപ്പം ഒന്നും വേണ്ട 2018 അങ്ങനെ ഒരു തീം ഒരു എക്സിക്യൂട്ടീവ് ഒരു ക്രാഫ്റ്റാക്കി അത് ഇംപ്രസ് ചെയ്യിക്കുക. ഇറ്റ്സ് നോട്ട് എ ജോക്ക്, ഇറ്റ്സ് എ ഹ്യൂജ് ടാസ്ക്. അതിന് ക്രിയേറ്റീവ് സൈഡ് ആലോചിച്ചാലും ബിക്കോസ് ആസ് എൻ ആർട്ടിസ്റ്റ് ഐ നോ ദ കൈൻഡ് ഓഫ് എഫേർട്ട് വുഡ് ഹവ് ഗോൺ ഇൻ റീക്രിയേറ്റിംഗ് ദറ്റ് ഹോൾ തീം. പിന്നെ അതിൻ്റെ ഷൂട്ടിംഗ് പ്രോസസ്സ്, അതിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഫിസിക്കൽ ഒബ്സ്ട്രക്ഷൻസ് എന്തൊക്കെ ഉണ്ടാവും. ലൈക്ക് ഇറ്റ്സ് നോട്ട് ഈസി. അത് മെയിൻറ്റെയിൻ ചെയ്യണം. സോ അതൊക്കെയാണ് ലൈക്ക് സോ ദീസ് കൈൻഡ് ഓഫ് കോൺസെപ്റ്റ്സ് എടുത്ത് കൊണ്ടുവരുന്ന അതൊക്കെ ഒരു ബ്രില്യൻസും ഒരു സെൻസ് ഓഫ് കൺവിക്ഷൻ, അതുപോലെ അവരുടെ ഒരു സ്ട്രോങ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനത്തെ ആൾക്കാർ കുറേ പേരുണ്ട് തീർച്ചയായിട്ടും. ഇറ്റ്സ് വെരി സേഫ് ഐ തിങ്ക് ഇൻ ദ ഹാൻഡ്സ് ഓഫ് But you don't want to name anybody. no, not because there are so many, like lot of brilliant. But then I update myself, whether in Tamil or Malayalam or Hindi, there are so many beautiful actors. So I think cinema is like that, no? As it keeps growing with time and it changes with time. The lifestyle മുഴുവൻ മാറില്ല. നമ്മുടെ lifestyle എല്ലാം ഇപ്പോൾ completely changed. Gadgets, all this is so important. അപ്പോൾ അതിനനുസരിച്ച് സിനിമ മാറും. Your approach will change, your attitude towards cinema will change.